പ്രിയ സ്നേഹിതരെ, കുറേ ദിവസങ്ങളായി ആവർത്തിച്ച് ചിന്തിക്കുന്ന ഒരു ചിന്തയാണ് നമ്മൾ മറ്റുള്ളവരെ സഹായിക്കണം, സ്നേഹിക്കണം എന്നുള്ളത്. എന്നാൽ ഈ ചിന്തയുടെ മറ്റൊരു തലം കൂടെ ഇന്ന് നമുക്ക് ചിന്തിപ്പാൻ സാധിക്കട്ടെ. അതായത് അനാഥര്, വിധവമാര്, പ്രായാധിക്യം വന്നിട്ട് ആരും സഹായിക്കാനില്ലാത്തവര്, ഏകാന്തതയിലും നിരാശയിലും അകപ്പെട്ടു പോയവര്, മാരക രോഗങ്ങൾക്ക് അടിമപ്പെട്ടവർ, മാനസിക രോഗം വന്നിട്ട് അവർ വിഭ്രാന്തിയിലായവർ, ഇങ്ങനെ ധാരാളം പേര് നമ്മുടെ ചുറ്റുപാടും ഉണ്ട്. വഴിയിലും ബസ് സ്റ്റോപ്പുകളിലും റെയിൽവേ സ്റ്റേഷനിലും പലയിടത്തും ഇങ്ങനെയുള്ളവരെ കാണാൻ കഴിയും. എന്നാൽ ഇങ്ങനെയുള്ളവരെ സഹായിക്കുവാനും സ്നേഹിക്കുവാനും അവരെ പരിചരിക്കുവാനും ശുശ്രൂഷിക്കുവാനും താല്പര്യമുള്ള തീരുമാനമെടുത്ത അങ്ങനെയുള്ളവർക്ക് വേണ്ടി സമയവും ശാരീരികമായും മാനസികമായും പണപരമായും ത്യാഗം ചെയ്ത് അവരെ ശുശ്രൂഷിക്കുന്ന വ്യക്തികളും സംഘടനകളും നമ്മുടെ ചുറ്റുപാടും ഉണ്ട് എന്നുള്ള കാര്യം നാം അറിയണം. ഇങ്ങനെയുള്ള സംഘടനകൾ എന്നെങ്കിലും സംസ്ഥാന തലത്തിലോ ദേശീയ തലത്തിലോ ഒരു അവാർഡ് ലഭിക്കുമ്പോൾ മാത്രമേ പൊതുജനം അങ്ങനെയുള്ളവരെ അറിയുന്നുള്ളൂ. എന്നാൽ അങ്ങനെയുള്ള അവാർഡൊക്കെ ലഭിക്കും എന്ന് പറയുന്നത് അവരുടെ പ്രവർത്തനം ആരംഭിച്ച് 10, 15, 20 വർഷം കഴിഞ്ഞിട്ടാണ്. എന്നാൽ ഇവര് വ്യക്തികളോ സംഘടനകളോ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ, അനാഥാലയങ്ങൾ, വൃദ്ധരെ സംരക്ഷിക്കുന്ന വൃദ്ധസദനങ്ങൾ, മാനസിക രോഗം വന്നിട്ട് ചികിത്സിക്കുകയും അതിനുശേഷം അവിടുന്ന് പുറത്തിറങ്ങുമ്പോൾ വീടുകളിൽ അവരെ ചേർക്കാതെ വഴിയിലേക്ക് ഇറങ്ങി വിടുന്നവരെ ശുശ്രൂഷിക്കുന്നവർ, കൗൺസിലിംഗ് സെന്റേഴ്സ്, പാലിയേറ്റീവ് കെയർസ്, ഇങ്ങനെ വിവിധ സംഘടനകളും വ്യക്തികളും ഉള്ളപ്പോൾ അവരുടെ ആദ്യ കാലങ്ങളിൽ അവരുടെ പ്രവർത്തനം ആരംഭിച്ച സമയത്ത് അവർ എന്തുമാത്രം ത്യാഗം സഹിച്ചു കാണും, ഇല്ലേ? എത്രമാത്രം അവരുടെ അധ്വാനം ഇതിനു വേണ്ടി അവർ ചെലവിട്ട് കാണും, പണം ചെലവിട്ട് കാണും, ആരോഗ്യം ചെലവിട്ട് കാണും. അപ്പോൾ ഇതൊന്നും നമ്മൾ കണ്ടില്ല എന്ന് വിചാരിച്ച് നടക്കരുത്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇവരുടെ തോളോടൊപ്പം തോള് ചേർന്ന് നിന്നുകൊണ്ട് ഒരു നേരത്തെ ഭക്ഷണം അവർ കൊടുക്കാൻ കഴിഞ്ഞാൽ അത് കൊടുക്കണം. അവരെ പണം കൊടുത്ത് സഹായിപ്പാൻ കഴിയുമെങ്കിൽ പണം കൊടുത്ത് സഹായിച്ച് അവരെ പ്രോത്സാഹിപ്പിക്കണം. രോഗത്തിന് അടിമപ്പെട്ടിരിക്കുന്നവരെ ആ രോഗത്തിന് ചികിത്സിക്കുവാൻ ഏതെങ്കിലും രീതിയിൽ നമുക്ക് സഹായിക്കാൻ കഴിയുമെങ്കിൽ നമ്മൾ ചെയ്യണം. ഇനി ഈ ശബ്ദം കേൾക്കാൻ നിങ്ങൾ ആരെങ്കിലും ഇതേ അവസ്ഥയിലായിരിക്കുന്നുവെങ്കിൽ ഞാൻ നിങ്ങളുടെ ധൈര്യത്തിന് പറയട്ടെ, ഇങ്ങനെ നിങ്ങളെപ്പോലെ പരസഹായം വേണ്ടവർ, ആരെങ്കിലുമൊക്കെ സഹായിച്ചില്ലെങ്കിൽ മുൻപോട്ട് പോകുവാൻ കഴിയാത്തവരെ താങ്ങുകയും സഹായിക്കുകയും ചെയ്യുന്ന അനേക വ്യക്തികളും സംഘടനകളും ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങളുടെ ധൈര്യത്തിനായിട്ട് ഞാൻ പറയട്ടെ. അതുകൊണ്ട് ദൈവം നമ്മളോട് പറയുന്ന ഒരു വാക്യം കൂടെ ഇതിനോട് ചേർന്ന് പറഞ്ഞിട്ട് ഞാൻ നിർത്താം. അതായത് ബൈബിളിൽ ഒരു വാക്യം ഇങ്ങനെയുണ്ട്: അനാഥരെയും വിധവമാരെയും അവർ ദുഃഖം അനുഭവിക്കുന്നവരെയൊക്കെയും സന്ദർശിക്കുന്നതും സഹായിക്കുന്നതും ദൈവത്തോടുള്ള ഭക്തിയാണ്. ഇനിയും ദൈവഭക്തിയുടെ മറ്റൊരു വശം കൂടെ പറയുന്നുണ്ട് ബൈബിളിൽ. അതായത് നമ്മളെ തന്നെ ലോകത്തിന്റെ മാലിന്യം ഏൽക്കാതെ സൂക്ഷിക്കുക. ഇതും ദൈവഭക്തിയാണ്. അപ്പോൾ 2 കാര്യങ്ങൾ: ദൈവത്തോടുള്ള ഭക്തി, അതായത് ദൈവത്തോട് ഭയത്തോടെയുള്ള ആദരവും ബഹുമാനവും, ദൈവത്തോട് ഭയത്തോടെയുള്ള അനുസരണം, ഇതൊക്കെയാണ് ദൈവഭക്തി എന്ന് പറയുന്നത്. നമ്മളൊക്കെ പല ചടങ്ങുകൾ ചെയ്യാനൊക്കെ താല്പര്യം, മറ്റുള്ളവരെ കാണിക്കുക, ഞാൻ വലിയ ദൈവഭക്തനാണെന്ന് കാണിക്കുക. അതല്ല ദൈവഭക്തി. ബൈബിളിൽ ഒരിക്കലും അങ്ങനെ മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി ഞാൻ പ്രത്യേക വസ്ത്രധാരണം നടത്തുക, പ്രത്യേക ചടങ്ങുകൾ നടത്തുക, ഇതല്ല ദൈവഭക്തി. അതുകൊണ്ട് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാം, ഞാൻ എന്താണ് ദൈവഭക്തി എന്ന് പറഞ്ഞ് കാട്ടിക്കൂട്ടുന്നത്. ബൈബിളിൽ വളരെ വ്യക്തമായി പറയുന്നു,
ഇങ്ങനെ സഹായം ഇല്ലാതെ മുൻപോട്ട് ജീവിക്കുവാൻ കഴിയാത്ത വ്യക്തികളെ അവരുടെ ദുഃഖത്തിൽ ചെന്ന് കാണുന്നതാണ് ദൈവഭക്തി. അപ്പോൾ തന്നെ നമ്മളെ ലോകത്തിന്റെ തിന്മകൾ, ദോഷങ്ങൾ, മാലിന്യങ്ങൾ, തെറ്റായ സ്വഭാവങ്ങൾ, തെറ്റായ പ്രവൃത്തികളിൽ ഏർപ്പെടാതെ നമ്മളെ തന്നെ സൂക്ഷിക്കുന്നതാണ് ദൈവഭക്തി. അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ദൈവഭക്തി എനിക്ക് ദൈവത്തോടുണ്ടോ? അതിനുവേണ്ടി ഞാൻ എന്താണ് ചെയ്യുന്നത്? മറ്റുള്ളവരെ കാണിക്കുവാനാണോ ഞാൻ എന്തെങ്കിലും ചെയ്യുന്നത്? അതോ യഥാർത്ഥമായി എൻ്റെ ഉള്ളിൽ ഇങ്ങനെയുള്ളവരെ, ദുഃഖത്തിലിരിക്കുന്നവരെ സഹായിക്കാനുള്ള മനസ്സോടെ ഞാൻ ചെയ്യുന്നതാണോ എൻ്റെ ദൈവഭക്തി? അതുകൊണ്ട് ദൈവം പറയുന്ന ദൈവഭക്തി ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.